നമസ്കാരം, ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മൂന്നാറിൽ ഡീൻ കുര്യാക്കോസ് എം പി നടത്തിയ നിരാഹാര സമരത്തിൽ രാഷ്ട്രീയ വിവാദം കനക്കുന്നു. രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് മാത്രമാണ് എം പി സമരം നടത്തിയതെന്ന് ഇടതുപക്ഷം ആരോപിച്ചു. ഇടുക്കിയെ വനവൽക്കരിക്കുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഇത് ചെറുത്തു തോൽപ്പിക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം. വേനൽ കടുത്തതോടെ ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികൾ ദുരിതത്തിൽ. സാധാരണ തണുത്ത കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഹൈറേഞ്ചിൽ നിലവിൽ അനുഭവപ്പെടുന്നത് 30 മുതൽ 35 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട്. തോട്ടങ്ങളിൽ ജോലി ചെയ്യാനാവാത്ത സാഹചര്യമാണുള്ളതെന്ന് തൊഴിലാളികൾ. ടൗൺ ഹാൾ കം മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കാൻ ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് നബാർഡിന്റെ 10 കോടി ധനസഹായം തേടുന്നു. നടപടി പഞ്ചായത്തിൽ പൊതുപരിപാടികൾ നടത്താനുള്ള ഇടമോ മറ്റു സൗകര്യങ്ങളോ ഇല്ലാത്ത സാഹചര്യം പരിഗണിച്ച 2018 ടൗൺ ഹാൾ പണിയാൻ ഭരണസമിതി തീരുമാനമെടുത്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. വില ഉയർന്നിട്ടും കാപ്പി കർഷകർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നില്ലെന്ന് പരാതി. പ്രതിസന്ധിക്ക് കാരണം കാലാവസ്ഥാ വ്യതിയാനമടക്കമുള്ള വിവിധ കാരണങ്ങളാൽ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞത്. വിശദമായ വാർത്തകളിലേക്ക്. മൂന്നാറിൽ ഡീൻ കുര്യാക്കോസ് എം പി നടത്തിയ നിരാഹാര സമരത്തിൽ രാഷ്ട്രീയ വിവാദം കനക്കുന്നു. രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് മാത്രമാണ് എം പി സമരം നടത്തിയതെന്നാണ് ഇടതുപക്ഷത്തിന്റെ ആരോപണം. ഇടുക്കിയെ വനവൽക്കരിക്കുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഇത് ചെറുത്തു തോൽപ്പിക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചു. 5 വർഷം എം പി ആയിരുന്നിട്ടും കേന്ദ്ര വന്യജീവി നിയമം ഭേദഗതി ചെയ്യുന്നതിന് ഒരു ഇടപെടലും ഡീൻ കുര്യാക്കോസ് നടത്തിയില്ലെന്നും മൂന്നാറിൽ സർവകക്ഷി യോഗത്തിൽ ഉയർന്ന പൊതു തീരുമാനങ്ങൾ അംഗീകരിച്ച ശേഷം സമരം നടത്തി സ്വയം ലജ്ജിതനായി എം പി മടങ്ങുകയായിരുന്നുവെന്നും LDF ആരോപിക്കുന്നു. രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു സമരം തെരഞ്ഞെടുപ്പ് സമയത്ത് എന്ന് മാത്രമേ നമുക്കതിനെ കാണാൻ കഴിയുള്ളൂ. ഇത് മൂന്നാറിൽ ഡീൻ കുര്യാക്കോസ് നിരാകാരം നടന്ന കാര്യമില്ല. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ആണ് വന്യജീവി സംരക്ഷണ നിയമം രാജ്യത്ത് പാസ്സാകുന്നത്. അത് ലോകത്ത് മറ്റൊരിടത്തും ഇല്ലാത്ത നിയമമാണ്. കാരണം ലോകത്ത് മറ്റു സ്ഥലങ്ങളിലൊക്കെ വനത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ വന്യമൃഗങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനും കൂടി നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. അല്ലാതെ ഡീൻ കുര്യാക്കോസ് MP എന്നുള്ള നിലയ്ക്ക് മൂന്നാറിൽ നിരാകാരം നടന്ന കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഡൽഹിയിൽ ഈ കാര്യങ്ങൾ ഫലപ്രദമായി വിജയിക്കുന്നത് 5 വർഷം MP ആയിട്ടാണ്. പാർലമെന്റിൽ ഇതിനുവേണ്ടി എത്രമാത്രം പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. സബ്മിഷൻ ആകട്ടെ, അടിയന്തര പ്രമേയമാകട്ടെ, എത്രമാത്രം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, അതും കൂടി വിശദീകരിക്കണ്ടേ. തെരഞ്ഞെടുപ്പ് പടിവാദത്തിൽ നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്ന ഈ സമയത്ത് രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി മൂന്നാറിൽ നിരാകാരം നടത്തുന്ന കാര്യമുണ്ട് എന്നതുകൊണ്ട് മികച്ച രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി മാത്രം നടത്തുന്ന ഒരു സമരമായിട്ട് അതിനെ കാണാൻ കഴിയും. വന്യമൃഗ ആക്രമണങ്ങളിൽ ന്യായീകരിക്കുന്നവരാണ് എം പിക്കെതിരെ അപവാദ പ്രചരണം നടത്തുന്നതെന്നും ഇടുക്കിയെ വനവൽക്കരിക്കാനുള്ള നീക്കം തുടർ സമരങ്ങളിലൂടെ ചെറുക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു. ഈ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ മൂലം ആളുകൾ മരിക്കപ്പെടുന്നു, വളർത്തുമൃഗങ്ങൾ മരണപ്പെടുന്നു. ഇവിടെ ആളുകൾക്ക് സ്വൈരമായി ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ജനപ്രതിനിധി സമരം ചെയ്യുമ്പോൾ ആ ജനപ്രതിനിധിയോടൊപ്പം നിൽക്കേണ്ടവരാണ് ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ എന്ന് ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുക. ഇവിടെ സുരക്ഷിതമായി ജീവിക്കാൻ ഈ വ്യാപകമായി ഗവൺമെന്റിന്റെ ഗൂഢാലോചനയുടെ ഫലമായി ഇടുക്കി ജില്ലയെ ഒരു വനവൽകൃത മേഖലയാക്കി മാറ്റാം. വനവൽക്കരണത്തിന് വേണ്ടിയുള്ള ഇടുക്കി ജില്ലയിലെ ശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമരം കോൺഗ്രസും UDF ആരംഭിക്കുകയും അതിന് ശാശ്വതമായ പരിഹാരം കാണുന്നതുവരെ സമരമുഖത്ത് ഞങ്ങൾ ഉറച്ചു നിർത്തുകയും ചെയ്യും. വരും ദിവസങ്ങളിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ കൂടുതൽ മൂർച്ഛിക്കുവാനാണ് സാധ്യത. വേനൽ കടുത്തതോടെ ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികളും ദുരിതത്തിൽ. സാധാരണ തണുത്ത കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഹൈറേഞ്ചിൽ നിലവിൽ 30 മുതൽ 35 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ചൂട് അനുഭവപ്പെടുന്നത്. തോട്ടങ്ങളിൽ ജോലി ചെയ്യാനാവാത്ത സാഹചര്യമാണുള്ളതെന്ന് തൊഴിലാളികൾ പറയുന്നു. കനത്ത ചൂടുള്ളപ്പോഴും കുളിർമയേകുന്ന കാലാവസ്ഥയായിരുന്നു മുൻപൊക്കെ ഏലത്തോട്ടങ്ങളിൽ. എന്നാൽ ഇത്തവണ സ്ഥിതി മാറി. വൻ മരങ്ങളുടെ തണലിൽ പോലും ചൂടിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല. ஏலக்காய் பறிக்கிறதுக்கு 7 மணிக்கு இங்கே வருது. வெயில் பயங்கரமாக அடிக்குது. எங்களுக்கு வேலை செய்கிறதுக்கு ரொம்ப கஷ்டமாக இருக்குது. காயில் ஓடுறாப்புல இருக்குது. ரொம்ப கஷ்டமாக இருக்குது. கை காலெலாம் ரொம்ப வலிக்குது. തമിഴ്നാട്ടിൽ നിന്നും ദിവസേന ഇടുക്കിയിലെത്തി ജോലി ചെയ്ത് മടങ്ങുന്നവരാണ് ഏറെ ബുദ്ധിമുട്ടുന്നത്. പുലർച്ചെ ചുരം കയറി ഇടുക്കിയിലേക്ക് എത്തുമ്പോൾ തണുപ്പ് അനുഭവപ്പെടുന്നുവെങ്കിലും പിന്നീട് കനത്ത ചൂടാണ്. കാലാവസ്ഥയിലെ വ്യതിയാനം വിവിധ രോഗങ്ങൾ ഉണ്ടാക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ടൗൺ ഹാൾ കം
മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കാൻ ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് നബാർഡിന്റെ 10 കോടി ധനസഹായം തേടുന്നു. രാജ്യത്തെ തദ്ദേശ സ്വയംഭരണ സംവിധാനം നിലവിൽ വന്ന കാലത്ത് രൂപീകൃതമായ ഉപ്പുതറ പഞ്ചായത്തിൽ കല്യാണം, സാംസ്കാരിക പരിപാടികൾ, മറ്റ് ആഘോഷങ്ങൾ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് പൊതു ഇടമോ മറ്റ് സൗകര്യങ്ങളോ ഇല്ല. ഇത് പരിഗണിച്ച് ടൗൺ ഹാൾ പണിയാൻ 2018 പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തത്. എന്നാൽ നിർമ്മാണ ഉദ്ഘാടനം നടന്നതല്ലാതെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും കെട്ടിട നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ കല്യാണം, സാംസ്കാരിക പരിപാടികൾ, മറ്റ് ആഘോഷങ്ങൾ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് പൊതു ഇടമോ മറ്റു സൗകര്യങ്ങളോ ഇല്ല. ഇത് പരിഗണിച്ച് ടൗൺ ഹാൾ പണിയാൻ 2018 പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തത്. പഞ്ചായത്തിന്റെ തനത് ഫണ്ടും MLA, MP എന്നിവരുടെ പ്രാദേശിക വികസന ഫണ്ടും പ്രയോജനപ്പെടുത്താനായിരുന്നു തീരുമാനം. 2.5 കോടി രൂപ ചിലവിൽ ടൗൺ ഹാൾ നിർമ്മിക്കാൻ സർക്കാർ ആയുർവേദ ആശുപത്രിക്ക് സമീപം 2018 മെയ് 26 വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന MM മണിയെ കൊണ്ട് നിർമ്മാണോദ്ഘാടനവും നടത്തി. തുടർന്ന് 2018-19 2019-20 50 ലക്ഷം രൂപ വീതം വാർഷിക പദ്ധതിയിൽ തുക വകയിരുത്തുകയും ചെയ്തു. എന്നാൽ മറ്റു ജനപ്രതിനിധികളുടെ പ്രാദേശിക വികസന ഫണ്ടുകൾ ലഭ്യമാക്കാൻ ഒരു ശ്രമവും ഉണ്ടായില്ല. ശിലാഫലകവും പ്രദേശവും കാട് കയറി മൂടിയത് വലിയ വിമർശനത്തിന് ഇടയാക്കി. തുടർന്ന് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം MLAയുടെ ശ്രമഫലമായി 2022-23 സംസ്ഥാന ബജറ്റിൽ ടൗൺ ഹാൾ നിർമ്മിക്കാൻ 8 കോടി രൂപ അനുവദിച്ച പ്രഖ്യാപനം വന്നു. എന്നാൽ 100 രൂപ ടോക്കൺ അനുമതിയിൽ നടപടി ഉണ്ടാകാതെ വരികയും പിന്നീട് വന്ന ബജറ്റിൽ ആവശ്യം ഒഴിവാക്കപ്പെടുകയും ചെയ്തു. തുടർന്നാണ് നബാർഡിന്റെ സഹായം തേടാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ജെയിംസ് തേക്കുമ്പേൽ പറഞ്ഞു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ഒരു വികസന സ്വപ്നമായിരുന്നു ഉപ്പുതറ ടൗൺ ഹാൾ നിർമ്മാണം. എന്നാൽ 2018 തറക്കല്ലിട്ട ഈ പ്രസ്ഥാനം കാട് കയറി നശിക്കുന്നതല്ലാതെ നാളിതുവരെ ഇതിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ ഉന്നതതല ഉദ്യോഗസ്ഥരുടെ അലംഭാവം മൂലം നടക്കാത്ത ഒരു സാഹചര്യം സംജാതമായിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് ബഹുഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജെയിംസ് കെ ജേക്കബിൻ്റെ നേതൃത്വത്തിലുള്ള ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ നബാർഡിൻ്റെ സഹായം തേടിയിരിക്കുകയാണ് ഈ പദ്ധതിയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി. ഇതിനുള്ള DPR തയ്യാറാക്കാൻ തിരുവനന്തപുരം കേന്ദ്രമായുള്ള ഹാബിറ്റാറ്റ് എന്ന കമ്പനിക്ക് 6.3 ലക്ഷം രൂപയുടെ കരാർ നൽകി. DPR കിട്ടിയാലുടൻ നബാർഡിനെ സമീപിക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. വില ഉയർന്നിട്ടും കാപ്പി കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്നില്ലെന്ന് പരാതി. കാലാവസ്ഥാ വ്യതിയാനമടക്കമുള്ള വിവിധ കാരണങ്ങളാൽ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞതാണ് പ്രതിസന്ധിക്ക് കാരണം. നിലവിൽ കാപ്പിക്കുരുവിന് കിലോയ്ക്ക് 180 രൂപയും പരിപ്പിന് 250 രൂപയും വില ലഭിക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനവും രോഗബാധയും ഉൽപാദനക്കുറവിന് ഇടയാക്കി. അഴുകൽ, ഞെട്ടഴുകൽ, കായപുഴിച്ചിൽ തുടങ്ങിയ രോഗങ്ങൾ കാപ്പിക്കൃഷിയിൽ നിലവിൽ വ്യാപകമാണ്. മുൻവർഷങ്ങളിലെ വിലയിടിവ് മൂലം വിളവെടുപ്പ് കൂലി പോലും നൽകാനാവാത്ത സാഹചര്യത്തിലായിരുന്നു കർഷകർ. വിലയിടിവും വിവിധ രോഗങ്ങളും കൂലി വർധനവുമെല്ലാം കാപ്പിക്കൃഷി ഉപേക്ഷിക്കാൻ കർഷകരെ നിർബന്ധിതരാക്കി. ഇത്തരത്തിൽ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞതാണ് നിലവിൽ വില വർദ്ധിക്കാൻ കാരണമെന്നാണ് കർഷകർ പറയുന്നത്. അപ്പോൾ കാപ്പി കൃഷി ചെയ്തിരുന്ന പല മേഖലകളിലും ഇപ്പോൾ കാപ്പി കൃഷി ഇല്ലാതിരിക്കുന്നു. ഹൈറേഞ്ചിലെ എല്ലാ മേഖലകളിലും കാപ്പി കൃഷി ഉണ്ടായിരുന്നതാണ്, എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നതാണ്. അതിപ്പോൾ ഇല്ലാത്ത ഒരവസ്ഥയാണ്. വണ്ടിപ്പെരിയാറ്റിൽ, പാമ്പാടുംപാറ, ബോഡിമെട്ടിൻ്റെ ആ പ്രദേശങ്ങൾ, അവിടെയൊക്കെയാണ് ഇപ്പോൾ കാപ്പി തോട്ടങ്ങളായിട്ട് ഉള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നാമമാത്രമായിട്ടാണ് ചില സ്ഥലങ്ങളിൽ മാത്രം കാപ്പിയുള്ളത്. ഇപ്പോൾ ഉയർന്ന ഒരു വില ലഭിക്കുന്നുണ്ടെങ്കിലും കൃഷിക്കാരന് അതിൻ്റെ ഒരു ആനുകൂല്യം ഇപ്പോൾ ലഭിക്കുന്നില്ല. നേരത്തെ ഒരു 80 രൂപ 70 രൂപയ്ക്കായിരുന്നു ഇതിൻ്റെ വില 2 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ പറിക്കാൻ പോലും ആളെ കൂട്ടാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. പല സ്ഥലത്തും കാപ്പി നിലത്ത് വീണ് പോകുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം ഈ കാപ്പിയുടെ കാലം തെറ്റിയുള്ള പൂക്കൽ, പിന്നെ മറ്റ് രോഗങ്ങൾ, ഇതൊക്കെ ഇതിന് പ്രതിസന്ധി ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴത്തെ വില കർഷകർക്ക് ആശ്വാസകരമാണ് എന്നാണ് പറയാനുള്ളത്. നിലവിൽ മെച്ചപ്പെട്ട വില ലഭിക്കുന്നുണ്ടെങ്കിലും വരും കാലങ്ങളിൽ വിലസ്ഥിരത ഉറപ്പുവരുത്താൻ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഇപ്പോഴും കാപ്പി കൃഷി തുടരുന്നവരും കൃഷി ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകും. ഉപ്പുതറ കിഴുകാനത്ത് ആദിവാസിയുടെ കുടിൽ കത്തി നശിച്ചു. ഇരവി കരുങ്ങമ്പാറയുടെ കുടിലാണ് അഗ്നിക്കിരയായത്. കാർഷിക വിളകളും വസ്ത്രങ്ങളും ഉൾപ്പെടെ കുടിലിൽ സൂക്ഷിച്ചിരുന്ന മുഴുവൻ വസ്തുക്കളും കത്തി നശിച്ചു. ഉപ്പുതറ കിഴുകാനം കുരങ്ങമ്പാറ ഇരവിയുടെ കുടിലാണ് കത്തി നശിച്ചത്. ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന ഇയാൾ പ്ലാസ്റ്റിക്കുകൾ കൊണ്ടും മറ്റും കെട്ടിമറച്ച കുടിലിലാണ് വർഷങ്ങളായി താമസിച്ചിരുന്നത്. ഇരവി പുറത്തേക്ക് പോയ സമയത്താണ് അഗ്നിബാധയുണ്ടായത്.
കുടിലിൽ ചാക്കുകെട്ടുകളിലായി സൂക്ഷിച്ചിരുന്ന കാപ്പിക്കുരു, കുരുമുളക് തുടങ്ങിയ കാർഷിക വിളകൾ അടക്കം വീട്ടിലുണ്ടായിരുന്ന ഭക്ഷ്യവസ്തുക്കളും കട്ടിലും മറ്റ് സാധന സാമഗ്രികളും പൂർണ്ണമായി കത്തിനശിച്ചു. കൂടാതെ 6000 രൂപയും സ്വർണ്ണമോതിരവും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ഷീബ സത്യനാഥ് പറഞ്ഞു. പുറത്തെവിടെയോ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് പ്രദേശമെല്ലാം കത്തി നശിക്കുന്നത് കണ്ട് കൂടെ ഉണ്ടായിരുന്നവരും കൂടെ കൂടി തീയെല്ലാം തല്ലിക്കെടുത്തി അയാളുടെ ഉടുവസ്ത്രമല്ലാത്ത വേറെ എല്ലാ സാധനവും കത്തിപ്പോയി. വീട്ടു സാധനങ്ങൾ മുഴുവൻ കത്തിപ്പോയി. ഈ വർഷം പറിച്ചിരുന്ന ആദായം കാപ്പിക്കുരു മുളകൊക്കെ ഉണ്ടായിരുന്നു. ഒരു 6500 രൂപയുണ്ടായിരുന്നു. ഫോണ്, അയാൾക്ക് എന്തെല്ലാം സാധനങ്ങളുണ്ട് അത് മുഴുവൻ കത്തി നശിച്ചു പോയിട്ടുണ്ട്. അടിയന്തരമായിട്ട് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ധനസഹായം കിട്ടിയില്ലെങ്കിൽ ഇദ്ദേഹത്തിന് വസ്ത്രം പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കൃഷിപ്പണിക്കൊപ്പം മീൻ പിടിച്ചാണ് ഇരവി ജീവിച്ചിരുന്നത്. കുടിലിന്റെ സമീപത്ത് സൂക്ഷിച്ചിരുന്ന മീൻ പിടിക്കാൻ ഉപയോഗിച്ചിരുന്ന വലയും മറ്റു അനുബന്ധ സാധനങ്ങളും അഗ്നിക്കിരയായി. ഒപ്പം കുടിലിനു സമീപത്തുണ്ടായിരുന്ന കാർഷിക വിളകളും കത്തി നശിച്ചു. സംഭവം കണ്ട പ്രദേശവാസികളാണ് തീ അണച്ചത്. സമയോചിതമായി തീ അണച്ചതിനാൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് അഗ്നിബാധയുണ്ടായില്ല. സർക്കാരിന്റെ ഭാഗത്തുനിന്നും സഹായമുണ്ടാകണമെന്നാണ് ഇരവിയുടെ ആവശ്യം. വേനൽ ചൂട് കൂടുന്നതോടെ പുൽമേടുകളിൽ കാട്ടുതീ പടരുന്നത് വ്യാപകമാകുന്നു. ഉപ്പുതറ, വളകോട്, മത്തായിപ്പാറയിൽ തീ പടർന്നത് ആശങ്ക സൃഷ്ടിച്ചു. വേനൽ ചൂട് കൂടുന്നതോടെ ജില്ലയിലെ പുൽമേടുകളിൽ കാട്ടുതീ പടരുന്നത് പതിവായിരിക്കുകയാണ്. സ്വാഭാവികമായി കല്ലുകളും മരങ്ങളും ഉരഞ്ഞും ചൂടുകൂടിയ സൂര്യരശ്മിയുടെ ഫലമായും കാട്ടുതീ ഉണ്ടാകുന്നതിനൊപ്പം ആളുകൾ അലക്ഷ്യമായി തീയിടുന്നതും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഫലമായും കാട്ടുതീ പടരുന്നുണ്ട്. ഉച്ചതിരിഞ്ഞാണ് ഉപ്പുതറ, വളകോട്, മത്തായിപ്പാറയിൽ തീപിടുത്തമുണ്ടായത്. പുൽമേടായി കിടക്കുന്ന മേഖലയിലാണ് തീ പടർന്നത്. സംഭവം നടന്നതിന് സമീപം ശ്രീനാരായണ പഠന കേന്ദ്രത്തിലെ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നെങ്കിലും തീ പടർന്നതോടെ കുട്ടികളെ ഇവിടെ നിന്നും മാറ്റി. വീടുകൾ ഉള്ള സ്ഥലങ്ങളിലേക്ക് തീ പടരാതെ തീ അണച്ചു. കട്ടപ്പന നഗരത്തിലെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇരുമ്പ് സാധനങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിച്ച യുവാക്കളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. കാഞ്ചിയാർ, കക്കാട്ടുകട, നെല്ലാനിക്കൽ വിഷ്ണു വിജയൻ, ഒപ്പമുണ്ടായിരുന്ന പുത്തൻപുരയ്ക്കൽ നിതീഷ് എന്നിവരാണ് പിടിയിലായത്. കട്ടപ്പന ഓക്സീലിയം സ്കൂളിന് സമീപമുള്ള വർക്ക്ഷോപ്പിലാണ് മോഷണ ശ്രമം നടന്നത്. വർക്ക്ഷോപ്പ് ഉടമ വേലായുധന്റെ മകൻ പ്രവീണും സുഹൃത്ത് തോംസണും പുലർച്ചെ യാത്ര കഴിഞ്ഞ് വർക്ക്ഷോപ്പിന് സമീപം എത്തിയിരുന്നു. ഈ സമയം വിഷ്ണുവും സുധീഷും ചേർന്ന് ഇരുമ്പ് സാധനങ്ങൾ കടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. പ്രവീണും തോംസണും ചേർന്ന് തടഞ്ഞതോടെ ഇവർ തമ്മിൽ അടിപിടിയുണ്ടായി. ഇതിനിടെ ഇരുമ്പ് വടികൊണ്ടുള്ള അടിയേറ്റ് പ്രവീണിന് പരിക്കേറ്റു. ഇവരെ തള്ളിയിട്ടോടിയ വിഷ്ണു മതിൽ ചാടിക്കടന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണ കാലിന് പരിക്കേറ്റു. കാലിന് പൊട്ടൽ സംഭവിച്ച ഇയാളെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കട്ടപ്പന SHO N സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മറയൂർ വനംവകുപ്പ് ചെക്ക് പോസ്റ്റ് കടക്കാൻ ഇനി ഡ്രൈവർമാർ വാഹനത്തിൽ നിന്നിറങ്ങി ഒപ്പിടേണ്ട. ആപ്പ് വഴിയാകും ഇനി വിവരങ്ങൾ ശേഖരിക്കുക. എന്നാൽ വാഹനത്തിലെ പരിശോധനകൾ മുൻകാലങ്ങളിലേതുപോലെ തന്നെ തുടരും. മറയൂർ ചന്ദനവും മറ്റ് വനവിഭവങ്ങളും വാഹനങ്ങളിൽ കടത്തുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് മറയൂരിന് സമീപം മൂന്നാർ പാതയിൽ ചട്ടമൂന്നാറിലും ഉദുമൽപേട്ട പാതയിൽ ചിന്നാറിലും വനംവകുപ്പ് ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തിക്കുന്നത്. വാഹന പരിശോധനയടക്കം വനംവകുപ്പിന്റെ ശക്തമായ നിരീക്ഷണം മൂലം മറയൂരിലെ ചന്ദന മോഷണം വൻതോതിൽ കുറയ്ക്കാനായിട്ടുണ്ട്. മുൻകാലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നിലവിൽ 2% മാത്രമാണ് മോഷണം നടക്കുന്നത്. എന്നാൽ വാഹന പരിശോധനയ്ക്ക് ഡ്രൈവർമാർ ഒപ്പിടണമെന്നത് പലപ്പോഴും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. വിനോദസഞ്ചാരികളുടേത് ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും ഡ്രൈവർമാർ ഒപ്പിടണം. ഈ പ്രതിസന്ധിക്കാണ് പരിഹാരം കാണാൻ വനംവകുപ്പ് ഒരുങ്ങുന്നത്. ചെക്ക് പോസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ആപ്പ് ഉപയോഗിച്ച് വാഹനത്തിന്റെ നമ്പർ സ്കാൻ ചെയ്ത് വിവരങ്ങൾ ശേഖരിക്കും. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തിവരുന്ന വനകുറ്റകൃത്യങ്ങൾ നിരീക്ഷിക്കുന്ന സംവിധാനമായ ഫോക്കിൻ്റെ ഭാഗമായിട്ടാണ് ചെക്ക് പോസ്റ്റിൽ ഈ ഒരു വാഹന പരിശോധന ആപ്ലിക്കേഷൻ നടപ്പിലാക്കി വരുന്നത്. ഈ ഒരു പരിശോധന കൊണ്ട് സാധാരണക്കാരായ യാത്രികർക്ക് അവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ചെക്ക് പോസ്റ്റിലെത്തി ജീവനക്കാരുടെ മുമ്പിൽ വാഹനത്തിൻ്റെ നമ്പറും പേരും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ആ ഒരു സംവിധാനത്തിനോട് കൂടിയിട്ട് വിരാമമാവുകയാണ്. ജീവനക്കാരൻ വാഹനത്തിനടുത്ത് ചെന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു, മൊബൈൽ ആപ്പ് വഴി ശേഖരിക്കുന്നു. ആ സമയത്ത് തന്നെ വാഹനത്തിൻ്റെ പരിശോധനയും പൂർത്തിയാവുന്നു. അപ്പോൾ യാതൊരു വിധത്തിലുള്ള ട്രാഫിക് തടസ്സങ്ങളും ഇല്ലാതെ തന്നെ യാത്രികർക്ക് കടന്നു പോകുന്നതിന് സാധിക്കുന്നു. ഇതാണ് യാത്രികരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. രണ്ടാമത് ഇതുകൊണ്ട് വനംവകുപ്പ് ലക്ഷ്യമിടുന്നത് വാഹന പരിശോധനയ്ക്കൊപ്പം തന്നെ വിശദമായ ഡാറ്റ ശേഖരിക്കുവാനും നമുക്ക് സാധിക്കുന്നു. ഒരു ദിവസം എത്ര വാഹനങ്ങൾ ഏത് ദിശയിൽ പോയി, ഏതൊക്കെ സ്റ്റേറ്റുകളിലുള്ള വാഹനങ്ങളുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള വാഹനങ്ങളുണ്ട് എന്നുള്ള കൃത്യമായൊരു ഡാറ്റ നമുക്ക് നാളേക്കുള്ള നമ്മുടെ മറ്റ് പല ആവശ്യങ്ങൾക്കും സംസ്ഥാനത്തിൻ്റെ വികസന ആവശ്യങ്ങൾക്കും എല്ലാം തന്നെ ഈ ഡാറ്റ നമുക്ക് ഉപയോഗിക്കുന്നതിന് നമുക്ക് സാധിക്കുന്നുണ്ട്. ഒരേ സമയം തന്നെ ജനങ്ങൾക്ക് ഗുണകരമായതും
എന്നാൽ ഡിപ്പാർട്ട്മെന്റ് ഭാവി പ്രവർത്തനങ്ങൾക്കുള്ള പല ആസൂത്രണങ്ങൾക്കും ഗുണകരമാകുന്നതുമായ ഒരു സംവിധാനമാണ് ഈ ചെക്ക് പോസ്റ്റ് സർവൈലൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ മറയൂർ ചന്ദ്ര ഡിവിഷനിലെ ചട്ടമൂന്നാർ ചെക്ക് പോസ്റ്റിൽ ആരംഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കേരളത്തിലെ മറ്റ് ചെക്ക് പോസ്റ്റുകളിലും ഈ സംവിധാനം നിലവിൽ വരും. ഇത് നിലവിൽ വരുന്നതോടുകൂടി തന്നെ വനം വകുപ്പിന് ഏതെങ്കിലും ഒരു റേഞ്ചുകളിലെ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളൊരു വാഹനം അന്വേഷണ പരിധിയിലുള്ളതാണെങ്കിൽ ആ വാഹനം കേരളത്തിലെ ഏത് ചെക്ക് പോസ്റ്റ് വഴി കടന്നുപോയാലും ആ സമയം തന്നെ ഉദ്യോഗസ്ഥർക്കും മേലുദ്യോഗസ്ഥർക്കും എല്ലാ വിവരങ്ങളും ലഭ്യമാകുന്നതാണ്. കൂടാതെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും തന്നെ ഓരോ ചെക്ക് പോസ്റ്റിലെ കാര്യങ്ങളും തത്സമയം നിരീക്ഷിക്കുന്നതിനും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിനും സാധിക്കും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന തരത്തിലാണ് പുതിയ ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മറയൂർ ചട്ടമൂന്നാർ ചെക്ക് പോസ്റ്റിലെ പരീക്ഷണം വിജയകരമായാൽ സംസ്ഥാനത്തെ മുഴുവൻ വനംവകുപ്പ് ചെക്ക് പോസ്റ്റുകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും. എന്നാൽ വാഹന പരിശോധന പഴയ പോലെ തന്നെ തുടരും. കട്ടപ്പന ഇടുക്കി കവലയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ഡിവൈഡറിൽ തട്ടിയ ശേഷം മതിൽക്കെട്ടിലേക്ക് ഇടിച്ചുകയറി അപകടം. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് അപകടമുണ്ടായത്. ഇടുക്കി കവലയിലേക്ക് വന്ന വാഹനമാണ് നിയന്ത്രണം നഷ്ടമായി ഡിവൈഡറിൽ ഇടിച്ചത്. തുടർന്ന് റോഡിന് മറുവശത്തെ മതിലിലേക്ക് വാഹനം ഇടിച്ചുകയറുകയായിരുന്നു. ഇടുക്കി കവല ശ്രീ ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിൽ ഉത്സവ ചടങ്ങുകൾ നടക്കുന്നതിനോട് അനുബന്ധിച്ച് നിരവധി ആളുകൾ ഇവിടെയുണ്ടായിരുന്നു. ഈ സമയത്താണ് വാഹനാപകടമുണ്ടായത്. ക്ഷേത്രത്തിന് സമീപത്ത് നിന്ന 2 ആളുകളുടെ കാലിൽ വാഹനം കയറിയിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിവരം. അപകടത്തിൽ വാഹനത്തിലുണ്ടായിരുന്നവർക്ക് പരിക്കുകളില്ല. കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മലയോര ഹൈവേയുടെ നിർമ്മാണത്തോടനുബന്ധിച്ച് അയ്യപ്പൻകോവിൽ, മേരികുളം, പരപ്പ്, ആലടി എന്നിവിടങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ബൈറോഡായ മേരികുളം കുരമ്പാറ പാലം റോഡിൽ ഗതാഗത തടസ്സം രൂക്ഷമാകുന്നു. വീതി കുറഞ്ഞ റോഡിൽ കാടുപടലങ്ങൾ അടക്കം വളർന്നു നിൽക്കുന്നതാണ് ഗതാഗത തടസ്സം രൂക്ഷമാകാൻ കാരണം. പഞ്ചായത്ത് ഈ പാതയിൽ അടിയന്തരമായി നവീകരണം നടത്താൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി ആലടിയിൽ പാറഖനനം നടത്തുന്നതിനാലാണ് കട്ടപ്പന കോട്ടയം പാതയുടെ ഭാഗമായ പരപ്പ് മുതൽ ആലടി വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ കട്ടപ്പനയിൽ നിന്നും കോട്ടയത്തേക്കും ഏലപ്പാറ ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ മേരികുളത്തു നിന്നും തിരിഞ്ഞ കൂരാമ്പാറ പാലത്തിലൂടെ ആലടിയിലേക്ക് പോകണം. കോട്ടയം ചപ്പാത്ത് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ആലടി വഴി ഇതേ പാതയിലൂടെ തന്നെയാണ് മേരികുളത്തേക്കും എത്തേണ്ടത്. ഇതോടെയാണ് ഗതാഗത തടസ്സവും രൂക്ഷമായിരിക്കുന്നത്. വീതി കുറഞ്ഞ പാതയാണ് ഇത്. ഒപ്പം റോഡിന്റെ ഇരുഭാഗങ്ങളും കാടുപടലങ്ങൾ വളർന്നു നിൽക്കുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. വഴിതിരിച്ചുവിടുന്ന സാഹചര്യത്തിൽ വാഹനങ്ങൾ ഗതാഗത തടസ്സം കൂടാതെ കടന്നുപോകാൻ പഞ്ചായത്ത് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആരോപണം. മാത്രമല്ല പല വണ്ടികളും പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നവരും പരിചയക്കാരല്ലാത്തതുമായതുകൊണ്ട് വാഹനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ വല്ലാതെ വാഹനത്തിലെ ഡ്രൈവർമാർ കഷ്ടപ്പെടുകയാണ്. പ്രത്യേകിച്ച് കുമ്മളി ഭാഗങ്ങളിലേക്കൊക്കെ പോകേണ്ട ആൾക്കാർ ഇതുവഴി കടന്നു പോകുന്നത് കൊണ്ട് മറ്റു വാഹനങ്ങൾ സ്പീഡിൽ വരുന്നത് വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു എന്നുള്ളത് മാത്രമല്ല, ഇരു സൈഡുകളിലും കാട് പടലങ്ങൾ വളർന്നു നിൽക്കുന്നതുകൊണ്ട് ഒന്ന് സൈഡ് കൊടുക്കുവാൻ പോലും കഴിയാത്ത വലിയൊരു സാഹചര്യമുണ്ട്. ആ റോഡിൻ്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതിനാൽ ചില സ്ഥലങ്ങളിൽ വാഹനങ്ങൾ ആ എഡ്ജിൽ നിന്നും ഇറക്കാൻ മേലാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് യാത്രക്കാരും വാഹനത്തിലുള്ളവരും തമ്മിൽ പരസ്പരം വലിയൊരു ഏറ്റുമുട്ടലിലേക്ക് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. പഞ്ചായത്ത് ഈ വിഷയത്തിൽ ഗൗരവമായി ഇടപെട്ടുകൊണ്ട് പഞ്ചായത്തിന്റെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയോ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടോ ഇരു സൈഡുകളുമുള്ള കാട് പടലങ്ങൾ വെട്ടിത്തിളച്ച് യാത്രക്കാർക്കും വാഹനത്തിൽ പോകുന്നവർക്കും യാത്ര സുഗമമാക്കുവാനുള്ള ഒരു സംവിധാനം ചെയ്യണമെന്നുള്ളത് ജനങ്ങളുടെ ഒരു അഭിപ്രായമാണ്. പഞ്ചായത്ത് ഇക്കാര്യത്തിൽ കാര്യമായ പഠനം നടത്താതെയാണ് വാഹനങ്ങൾ തിരിച്ചുവിടാൻ അനുമതി നൽകിയതെന്നും പരാതിയുണ്ട്. റോഡ് തകർന്നു കിടക്കുന്നത് അറ്റകുറ്റപ്പണി നടത്താനോ റോഡിന്റെ വശങ്ങളിൽ വളർന്നു നിൽക്കുന്ന കാടുപടലങ്ങൾ വെട്ടിമാറ്റാനോ നടപടി സ്വീകരിച്ചിട്ടില്ല. ഒപ്പം ചെറുവാഹനങ്ങൾക്ക് മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന റോഡിലൂടെയാണ് വലിയ ഭാരം കൂടിയ വാഹനങ്ങളും കടത്തിവിട്ടിരിക്കുന്നത്. സമഗ്ര ശിക്ഷ കേരള ഇടുക്കി കട്ടപ്പന BRCയുടെ നേതൃത്വത്തിൽ ബഡ്ഡിംഗ് റൈറ്റേഴ്സ് ദ്വിദിന ശില്പശാല ട്രൈബൽ സ്കൂളിൽ സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ മിനി ഐസക് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഭാഷാ പരിപോഷണ പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികളെ വായനയിലേക്കും സർഗാത്മകമായ രചനയിലേക്കും എത്തിക്കുവാൻ ഉദ്ദേശിച്ചുള്ള ശില്പശാലയാണ് ബഡ്ഡിംഗ് റൈറ്റേഴ്സ്. കട്ടപ്പന BRC BPC ഷാജിമോൻ KR അധ്യക്ഷത വഹിച്ച ശില്പശാല ട്രൈബൽ സ്കൂൾ പ്രിൻസിപ്പൽ മിനി ഐസക് ഉദ്ഘാടനം ചെയ്തു. ഇരിക്കുമ്പോൾ തൊട്ട് കഥ കേട്ടാണ് വളരുന്നത്. കഥ കേട്ട് വളരുന്ന നമ്മൾ പിന്നീട് കഥ പറയാൻ തുടങ്ങും, അല്ലേ? കഥ പറഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? കഥ വായിക്കാൻ തുടങ്ങും. ഇങ്ങനെ നമ്മൾ വായിക്കാനും കേൾക്കാനും പറയാനും ഒക്കെ നമ്മളെ ഇഷ്ടപ്പെടുന്നത് ഓരോ മനുഷ്യരുടെ ഉള്ളിലും ഏറെ സർഗാത്മകമായ കഴിവുകൾ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളതാണ്.
ഈ സർഗാത്മകമായ കഴിവുകൾ അതാണ് ഒരു മനുഷ്യരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. നമ്മളേറെ വികാരമുള്ളവരാണ്. അപ്പോൾ ഈ വ്യത്യസ്തങ്ങളായ വികാരങ്ങൾ നമുക്ക് സന്തോഷിക്കാനും നമുക്ക് സങ്കടപ്പെടാനും നമ്മുടെ ഉള്ളിലുള്ള എല്ലാ വികാരങ്ങളെയും പുറത്തേക്ക് വിടാനും അത് ബാലൻസ് ചെയ്യാനും ഒക്കെ നമ്മളെ ഇത്തരത്തിലുള്ള കലാരൂപങ്ങളും കലകളും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. BRC ഹാളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കട്ടപ്പന ബ്ലോക്കിന് കീഴിലുള്ള വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും 50 കുട്ടികൾ ശില്പശാലയിൽ പങ്കെടുത്തു. വിനീത് PC, ജോർജ് സേവ്യർ, അജിത് മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. മാലിന്യമുക്ത നവകേരളം എന്ന സന്ദേശം ഉയർത്തി നടക്കുന്ന കലാജാഥയ്ക്ക് അയ്യപ്പൻകോവിലിൽ സ്വീകരണം നൽകി. ശുചിത്വ മിഷനും കുടുംബശ്രീ ജില്ലാ മിഷനും സംയുക്തമായാണ് കലാജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. മാലിന്യമുക്ത നവകേരളം കെട്ടിപ്പടുക്കുക എന്ന സന്ദേശം ഉയർത്തിയാണ് കലാജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസം 12-ന് ജില്ലാ കളക്ടർ ഷീബ ജോർജാണ് കലാജാഥ ഉദ്ഘാടനം ചെയ്തത്. കുടുംബശ്രീ ജില്ലാ മിഷനും ശുചിത്വ മിഷനും സംയുക്തമായാണ് കലാജാഥയ്ക്ക് നേതൃത്വം നൽകുന്നത്. ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ പര്യടനം പൂർത്തിയാക്കിയാണ് കലാജാഥ അയ്യപ്പൻകോവിലിൽ എത്തിയത്. തെരുവ് നാടകം, പാട്ട്, ഫ്ലാഷ് മോബ് തുടങ്ങിയ പരിപാടികളോടെയാണ് കലാജാഥയുടെ പര്യടനം. വീടിന്റെ മുറ്റത്ത് കൂന കൂടി കിടക്കുമല്ലേ, കണ്ടിട്ട് അറച്ചിട്ട് പോയ അതിന്റെ കൂടെ എന്റെ കരിയിലേയും കൂടെ കിടക്കട്ടെ. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തമാടി. എനിക്കറിയാം അതെന്താ ചെയ്യേണ്ടതെന്ന്. ഇന്നു മുതൽ ഞാൻ എന്റെ പരിസരം മാലിന്യമുക്തമാക്കാൻ പോകുക, നമ്മുടെ കുടുംബശ്രീയുടെ സഹായത്താൽ. ഉറവിട മാലിന്യ സംസ്കരണമാണ് നാടിനാവശ്യം. പ്ലാസ്റ്റിക് കത്തിക്കുകയോ വലിച്ചെറിയുകയോ ചെയ്യരുതെന്ന സന്ദേശവും കലാജാഥയിലൂടെ ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. ഹരിതകർമ്മ സേനാംഗങ്ങളും കുടുംബശ്രീ അംഗങ്ങളുമാണ് കലാജാഥയിൽ പങ്കെടുക്കുന്നത്. യൂത്ത് കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അരുൺ കുരുക്കിപ്പള്ളിക്ക് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. മുരിക്കാശ്ശേരിയിൽ വെച്ചാണ് സ്വീകരണ പരിപാടി നടത്തിയത്. മുരിക്കാശ്ശേരി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് സ്വീകരണ പരിപാടി നടന്നത്. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആൽബിൻ മണ്ണഞ്ചേരി അധ്യക്ഷനായിരുന്നു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു, തങ്കച്ചൻ കാരക്കാവയലിൽ, സാജു കാരക്കുന്നേൽ, പാപ്പച്ചൻ, ഡോളി തോമസ്, അനിൽ ബാലകൃഷ്ണൻ, ജോസ്മി ജോർജ്, ഐപ്പ് അറുകാക്കൽ, പ്രശാന്ത് ഞവരക്കാട്ട, ഫിലിപ്പ് പള്ളിത്താഴെ തുടങ്ങിയവർ സംസാരിച്ചു. അയ്യപ്പൻകോവിൽ പുരാതന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവത്തിനും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിനും കൊടിയേറി. മഹാശിവരാത്രി ദിനത്തിൽ വിപുലമായ പരിപാടികളാണ് ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഭാഗവത ശ്രീ തണ്ണീർമുക്കം സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് സപ്താഹ യജ്ഞം നടന്നുവരുന്നത്. അയ്യപ്പൻകോവിൽ പുരാതന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവത്തിനൊപ്പം ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിനുമാണ് കൊടിയേറിയിരിക്കുന്നത്. ഉത്സവ പരിപാടികൾ മാർച്ച് 8-ാം തീയതി ശിവരാത്രിയോടെയാണ് സമാപിക്കുക. ഉത്സവത്തോടനുബന്ധിച്ച് ഭാഗവത ശ്രീ തണ്ണീർമുക്കം സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് സപ്താഹ യജ്ഞം നടക്കുന്നത്. എന്താ വിളിച്ചത്? ആർത്തന്മാരുടെ ദുഃഖിതന്മാരുടെ എല്ലാവിധ ദുഃഖങ്ങളെയും ത്രാണനം ചെയ്യുന്ന അല്ലയോ ഭഗവാനെ നാരായണ, അവിടുന്ന് മാത്രമാണ് എനിക്ക് ഗതി എന്ന് വിളിച്ചത് ഈശ്വരനെയാണ്. നമ്മളും ഇതുപോലൊരു വിളി വിളിക്കും. എപ്പോഴാണ്? ജീവിതത്തിലെല്ലാം നഷ്ടപ്പെടാൻ പോകുന്നു എന്നൊരു ഉറപ്പുള്ളപ്പോൾ, അല്ലേ? അതിൽ ആത്മാർത്ഥമായ വിളിയായിരിക്കും. ഭഗവാൻ പോലും പറയണത്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാം. എങ്ങനെ വിളിക്കണം? എല്ലാം മറന്നൊന്നുറക്കെ വിളിക്കൂ. ഈശ്വരൻ നമ്മുടെ മുമ്പിൽ വരണമെങ്കിൽ നമ്മൾ എല്ലാം മറന്ന് ഉറക്കെ വിളിക്കണം. അങ്ങനെ എല്ലാം മറന്ന് എന്തെങ്കിലും എപ്പോഴെങ്കിലും വിളിക്കാൻ ഈ അയ്യപ്പസ്വാമിയെ വിളിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറ. ക്ഷേത്രം തന്ത്രി ഇടമനയില്ലത്ത് ഈശ്വരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ഉത്സവ ചടങ്ങുകൾ ആരംഭിച്ചത്. യജ്ഞവേദിയിലും ക്ഷേത്രത്തിലും വിവിധ ദിവസങ്ങളിൽ പ്രത്യേക പൂജകൾ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. പുണ്യപുരാതനമായ അയ്യപ്പൻകോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹവും ശിവരാത്രി മഹോത്സവവും കൊടിയേറിയിരിക്കുകയാണ്. ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ 3-ാം ദിവസമായ നാളെ ഞായറാഴ്ച ഭാഗവത പാരായണവും നാളെ വൈകിട്ട് 7 മണിക്ക് മേജർ സെറ്റ് കഥകളി സീതാ സ്വയംവരം നടക്കും. തുടർന്ന് വരുന്ന എല്ലാ ദിവസങ്ങളിലും ചാക്യാർകൂത്ത്, കുചേലാഗമനം, ദൃശ്യാവിഷ്കാരം തുടങ്ങി വിവിധ കലാപരിപാടികളോട് ഉത്സവം മുന്നേറുകയാണ്. ശിവരാത്രി ദിവസമായ മാർച്ച് 8-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് ദേവസേന ഭജൻസ് ഹരിപ്പാട് അവതരിപ്പിക്കുന്ന നാമസങ്കീർത്തനവും തുടർന്ന് കൊച്ചിൻ കാർണിവൽ ഓർക്കസ്ട്രയുടെ ഗാനമേളയും രാത്രി 1 മണിക്ക് ശാസ്താംകോട്ട ആദി നാടൻ പാട്ട് കലാസംഘം അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും ദൃശ്യാവിഷ്കാരം നടക്കുകയാണ്. ഹൈറേഞ്ചിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ അയ്യപ്പൻകോവിൽ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു.
ഞായറാഴ്ച രാത്രി 8-ന് കോട്ടയം കുടമാളൂർ കഥകളി യോഗം അവതരിപ്പിക്കുന്ന മേജർ സെറ്റ് കഥകളി, 6-ാം തീയതി ബുധനാഴ്ച രാത്രി 8-ന് നെയ്പത്യ രാഹുൽ അവതരിപ്പിക്കുന്ന ചാക്യാർ കൂത്ത, 7-ാം തീയതി രാവിലെ 11-ന് മഴവിൽ മനോരമ ഫെയിം ദേവികി നന്ദൻ അവതരിപ്പിക്കുന്ന കുചേലോപഖ്യാനം എന്നിവയും നടക്കും. മാർച്ച് 8-ാം തീയതി ശിവരാത്രി നാളിൽ വൈകിട്ട് 7 മണി മുതൽ ദേവസേന ഭജൻസ് അവതരിപ്പിക്കുന്ന നാമസങ്കീർത്തനം, രാത്രി 9:30-ന് കൊച്ചിൻ കാർണിവൽ ഓർക്കസ്ട്രയുടെ ഗാനമേള, രാത്രി 1:30-ന് ശാസ്താംകോട്ട ആദി അവതരിപ്പിക്കുന്ന ഫോക്ക് മ്യൂസിക് ഫെസ്റ്റ്, പിറ്റേ ദിവസം പുലർച്ചെ 5:30-ന് ബലിതർപ്പണം എന്നിവയും നടക്കും. എല്ലാ ദിവസവും അന്നദാന മണ്ഡപത്തിൽ മഹാപ്രസാദമൂട്ടം നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കട്ടപ്പന നഗരസഭയുടെ വിവിധ മേഖലകളിൽ രാത്രിയുടെ മറവിൽ മാലിന്യ നിക്ഷേപം തകൃതി. കട്ടപ്പന കൊച്ചുതൊവ്വാള റോഡിൽ മാലിന്യം ചാക്കിൽ കെട്ടി നിക്ഷേപിച്ച നിലയിൽ കണ്ടെത്തി. മാലിന്യം അലക്ഷ്യമായി തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകി. കട്ടപ്പന നഗരസഭയുടെ വിവിധ മേഖലകളിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മാലിന്യ നിക്ഷേപം തകൃതിയായിരിക്കുകയാണ്. കൊച്ചുതൊവ്വാള റോഡിന്റെ ഇരുവശങ്ങളിലും വലിയ തോതിലാണ് മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഡയപ്പറുകളും ഭക്ഷണാവശിഷ്ടങ്ങളും ഉൾപ്പെടെയാണ് ചാക്കിൽ കെട്ടി വഴിയരികിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കുമെന്ന് ചെയർപേഴ്സൺ ബീന ടോമി പറഞ്ഞു. കട്ടപ്പന നഗരസഭയുടെ 11-ാം വാർഡ് ഭാഗത്ത് വേസ്റ്റ് കൊണ്ട് തള്ളിയേക്കുന്നു. മാലിന്യം രാത്രികാലങ്ങളിലാണ് തള്ളുന്നത്. അവിടെ അടുത്തുള്ളവർ പറയുകയുണ്ടായി, വണ്ടി കൊണ്ട് നിർത്തുന്നു, ഇറങ്ങി നോക്കുമ്പോഴത്തേക്കിനും വണ്ടി വിട്ടുപോകുന്നു. ഇത് ഇന്ന് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ ആരോഗ്യ വിഭാഗം ആൾക്കാരുമായിട്ട് വന്ന് നോക്കിയപ്പോൾ അതിനകത്ത് മുഴുവൻ ഡയപ്പർ, ആഹാര സാധനങ്ങൾ, അതുപോലെ തലമുടി ഈരി കെട്ടിയ മുടിയുടെ ചീപ്പയിലുള്ളത് പറിച്ചിട്ടിരുന്നു, അടിച്ചു വാരിയ വേസ്റ്റ്, അങ്ങനെ പല സാധനങ്ങൾ, ആഹാര സാധനങ്ങൾ, അതുപോലെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് നമ്മൾ നോക്കിയപ്പോൾ അതിനകത്ത് നിന്ന് ഒരു കുട്ടി എഴുതിയേക്കുന്ന കുട്ടിയുടെ അഡ്രസ്സും അതോടൊപ്പം തന്നെ അവിടുത്തെ ചേച്ചിയുടെ അഡ്രസ്സായിരിക്കും, ചേച്ചിയുടെ അഡ്രസ്സും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിനെതിരെ തക്കതായ നടപടിയെടുക്കാൻ തന്നെയാണ് നമ്മൾ സ്വീകരിച്ചേക്കുന്നത്. ഉറപ്പായിട്ടും അവർക്കെതിരെ നടപടി ഉണ്ടാകും. അതുപോലെ തന്നെ കട്ടപ്പന പേഴുങ്കവല ഭാഗത്ത് ബിവറേജിന്റെ ഓപ്പോസിറ്റ് അവിടെ ഇതുപോലെ ആ പാർക്കുഴിയുടെ അവിടെ കൊണ്ട് വേസ്റ്റ് തള്ളുന്നുണ്ട്. ആരായാലും അവർക്കെല്ലാം എതിരെ നല്ല നടപടി സ്വീകരിക്കുന്നതായിരിക്കും. കവറിലാക്കി നിക്ഷേപിക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ നായ്ക്കൾ കടിച്ചുകീറി റോഡിലാകെ ചിതറിച്ചിട്ടിരിക്കുകയാണ്. ഇത് തെരുവ് നായശല്യം വർദ്ധിക്കുന്നതിനും കാരണമാകുന്നു. കടുത്ത ദുർഗന്ധം കാരണം ഇതുവഴി കാൽനട യാത്ര പോലും അസഹനീയമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ഈ അജൈവ മാലിന്യങ്ങൾ കവർണത്താക്കി റോഡുകളിൽ കൊണ്ടിടുന്നത് മൂലം, ഭക്ഷണ സാധനങ്ങൾ കൊണ്ടിടുന്നത് മൂലം തെരുവുനായ്ക്കളുടെ എണ്ണവും വർദ്ധിക്കാൻ സാധ്യതയല്ല, വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ മനുഷ്യർക്ക് പലർക്കും അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ മുനിസിപ്പാലിറ്റികളും അല്ലെങ്കിൽ പഞ്ചായത്തുകളും വഴി വിതരണം ചെയ്യുന്ന കിച്ചൺ ബിന്നുകൾ ഉപയോഗിക്കുകയും പ്ലാസ്റ്റിക്കുകൾ കടകർമ്മസേനയിൽ കൊടുക്കുകയും ചെയ്താൽ അത്തരത്തിലുള്ള. കട്ടപ്പന പേഴുങ്കവല ബിവറേജ് ഔട്ട്ലെറ്റിന് സമീപ ഭാഗങ്ങളിലും മാലിന്യ നിക്ഷേപം തകൃതിയാണ്. മുൻപ് ഈ ഭാഗങ്ങളിലെല്ലാം ആരോഗ്യ വിഭാഗം തുടർച്ചയായി പരിശോധന നടത്തുകയും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിനാൽ ഇവിടെ മാലിന്യ നിക്ഷേപത്തിന് താൽക്കാലിക ശമനമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നഗരത്തിന്റെ വിവിധ മേഖലകളിൽ റോഡ് വശങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് വീണ്ടും തുടർക്കഥയായിരിക്കുകയാണ്. ഇത്തരത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി തക്കതായ ശിക്ഷ നൽകാനാണ് നഗരസഭയുടെ തീരുമാനം. ചെമ്പകപ്പാറ സെന്റ് പീറ്റേഴ്സ് LP സ്കൂളിന്റെ വാർഷികാഘോഷവും അധ്യാപക രക്ഷകർതൃ ദിനവും നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ വാർഷിക ആഘോഷ പരിപാടി സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ മാത്യു ഈന്തോട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കാലയളവിൽ നമ്മൾ നേടിയെടുക്കേണ്ട കുറെ അറിവുകളുണ്ട്, കുറെ സന്മാർഗത്തിന്റെ, ഒരു നല്ല ജീവിതത്തിന്റെ കുറെ ശീലങ്ങളുണ്ട്. നാളെ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഇരുളടഞ്ഞ അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ എനിക്ക് മുന്നോട്ട് നടക്കുവാൻ വേണ്ടി ആ വെളിച്ചം എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ അവസരം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ ജീവിതമാണ്, നമ്മുടെ വിദ്യാഭ്യാസ ജീവിതമാണ്. സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ ജോർജ് തുമ്പനിരപ്പിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന വാർഷിക ആഘോഷ സമ്മേളനത്തിൽ ഹെഡ്മിസ്ട്രസ് ലാലി ജോർജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് അംഗം ബിൻസി ജോണി മുഖ്യപ്രഭാഷണം നടത്തി. പ്രീ പ്രൈമറി പ്രിൻസിപ്പൽ സിസ്റ്റർ മേബിൾ FCC, PTA പ്രസിഡന്റ് ജോമോൻ വാട്ടപ്പള്ളിൽ, MPTA പ്രസിഡന്റ് ജിഷ ബിജു, സ്കൂൾ ലീഡർ സ്റ്റീഫൻ M. ത്രോജൻ, സെക്രട്ടറി അലോണ ജീമോൻ എന്നിവർ സംസാരിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്ക് വേദിയിൽ വെച്ച സമ്മാനങ്ങൾ വിതരണം ചെയ്തു.
തുടർന്ന് സെന്റ് പീറ്റേഴ്സ് ആർട്സ് ക്ലബ് അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. രാജാക്കാട് സാൻജോ കോളേജിന്റെ 11ാമത് വാർഷികാഘോഷം നടന്നു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷം പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ ജിജോ ജെയിംസ് ഇണ്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഹൈറേഞ്ച് മേഖലയിൽ 11 വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന സാൻജോ കോളേജ് ഒരു പതിറ്റാണ്ട് കാലം പിന്നിട്ടിരിക്കുകയാണ്. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ യൂണിവേഴ്സിറ്റിയിൽ മുന്നിട്ട് നിൽക്കുന്ന കലാലയം 11ാമത് വാർഷിക ആഘോഷ നിറവിൽ എത്തിയിരിക്കുകയാണ്. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും സഹകരണത്തോടെയാണ് വാർഷികാഘോഷം സംഘടിപ്പിച്ചത്. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷം സെന്റ് ജോസഫ് CST സഭ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ ജിജോ ജെയിംസ് ഇണ്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ബൗദ്ധികമായ വളർച്ചയോടൊപ്പം തന്നെ വ്യക്തി താല്പര്യങ്ങൾക്ക് അതീതമായി പോകുന്ന നീതിബോധവും മാനവികതയും സാമൂഹിക പ്രതിബദ്ധതയും പൗരബോധവും ഒക്കെ ഉൾച്ചേരുന്ന ഒരു വിദ്യാഭ്യാസ ശൈലി അത് മുൻനിർത്തിക്കൊണ്ട് കുട്ടികൾക്ക് തനതായ പരിശീലനം കൊടുക്കുക എന്നത് തന്നെയാണ്. പിന്നണി ഗായകൻ ലിബിൻ സ്കറിയ മുഖ്യ അതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷാകുമാരി മോഹൻകുമാർ സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കിങ്ങിണി രാജേന്ദ്രൻ കോളേജ് മാഗസിന്റെ പ്രകാശനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ബെന്നി പാലക്കാട്, പുഷ്പലത സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. കോളേജ് മാനേജർ ഫാദർ ആന്റണി കണ്ണംപിള്ളി, അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോജു അടിമക്കല്ലേൽ, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജോസ്മി, PTA സെക്രട്ടറി TG സോമൻ, കോളേജ് യൂണിയൻ ചെയർമാൻ സിദ്ധാർത്ഥൻ K മണി തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. അനുദിനം വികസിക്കുന്ന തൊടുപുഴയ്ക്ക് രാജകീയ ഭാവങ്ങൾ പകർന്നു നൽകിക്കൊണ്ട് മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസിന്റെ 65,000 സ്ക്വയർ ഫീറ്റിലുള്ള ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. മധ്യ കേരളത്തിലെ വിസ്മയമായി മാറാനൊരുങ്ങുന്ന ഷോറൂമിന്റെ ഉദ്ഘാടനം പ്രശസ്ത തെന്നിന്ത്യൻ ചലച്ചിത്ര താരം സമാന്ത നിർവഹിച്ചു. തൊടുപുഴയുടെ മനസ്സറിഞ്ഞ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് ഇനി രാജകീയം. സമാനതകളില്ലാത്ത പുതുമകളോടെ 65,000 സ്ക്വയർ ഫീറ്റിൽ തികഞ്ഞ രാജകീയ പ്രൗഢിയോടെയാണ് മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഒരു പതിറ്റാണ്ടുകൊണ്ട് ഉപഭോക്തൃ മനസ്സുകളിൽ സ്ഥാനം ഉറപ്പിച്ച മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് ഏറെ പുതുമകളോടെയും സവിശേഷതകളോടെയുമാണ് വിപുലീകരിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ചടങ്ങിൽ തൊടുപുഴക്കാർക്ക് വസ്ത്രവൈവിധ്യങ്ങളുടെ ഗംഭീര വരവേൽപ്പ് നൽകിക്കൊണ്ട് ഒരുങ്ങിയ മികവിന്റെ വലിയ മഹാറാണി തെന്നിന്ത്യൻ താരറാണി സമാന്ത നാടിനു സമർപ്പിച്ചു.
ഏത് ആഘോഷങ്ങൾക്കുമുള്ള വസ്ത്രങ്ങളും ട്രെൻഡിനൊപ്പം തൊടുപുഴയിലും എത്തിക്കുകയെന്നതാണ് മഹാറാണിയുടെ ലക്ഷ്യം. മുഹൂർത്തം സിൽക്ക്, ഗ്രൂം സ്റ്റുഡിയോ, ബ്രൈഡൽ വെഡ്ഡിംഗ് സ്റ്റുഡിയോ, കസ്റ്റമർ ലോഞ്ച്, കിഡ്സ് പ്ലേ ഏരിയ, ആൾട്രേഷൻ അസിസ്റ്റന്റ്, 120ഓളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം തുടങ്ങിയവയാണ് മഹാറാണിയുടെ പ്രത്യേകത. ചടങ്ങിൽ തൊടുപുഴ MLA PJ ജോസഫ്, പാല MLA മാണി സി കാപ്പൻ, തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ, സാമൂഹിക പ്രവർത്തകർ, അറ്റ്ലസ് മഹാറാണി ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ റിയാസ് VA, മറ്റ് മാനേജ്മെന്റ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ പങ്കെടുത്തവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന വ്യക്തിക്കുള്ള 1 ലക്ഷം രൂപയുടെ സമ്മാന പദ്ധതിക്ക് തൊടുപുഴ കാഞ്ഞാർ സ്വദേശി ഷോബിൻ P. തോമസ് അർഹനായി. കൂടാതെ മഹാറാണി ഗ്രൂപ്പിന്റെ സാമൂഹിക സന്നദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിർധനരായ 10 രോഗികൾക്കുള്ള ചികിത്സാ സഹായ വിതരണത്തിന്റെ ഉദ്ഘാടനവും തൊടുപുഴ MLA PJ ജോസഫ് നിർവഹിച്ചു. 2.5 പതിറ്റാണ്ട് സൈനിക സേവനമനുഷ്ഠിച്ച ധീര സൈനികരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നരിയമ്പാറ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് ആദരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. മലയിഞ്ചി കർഷകർക്ക് ഇത് നല്ല കാലം. പെട്ടെന്ന് ഉണങ്ങാൻ സാധിക്കുന്ന വിധത്തിൽ ലഭിക്കുന്ന കനത്ത വെയിലും വിപണിയിലെ ഉയർന്ന വിലയും കർഷകർക്ക് ഗുണപ്രദമായി മാറിയിരിക്കുകയാണ്. കിലോയ്ക്ക് 80 രൂപ മുതൽ 120 രൂപ വരെയാണ് മലയിഞ്ചിക്ക് വിപണിയിൽ കർഷകർക്ക് ലഭിക്കുന്ന വില. കേരളത്തിൽ തോട്ടവിള കൃഷിയിൽ ഇടവിളിയായി വരുന്ന കൃഷിയാണ് മലയിഞ്ചി. ഏകദേശം 5 അടി വരെ ഉയരത്തിൽ വളരുന്ന ഇവ 3 വർഷം കൂടുമ്പോഴാണ് വിളവെടുക്കുന്നത്. ചില തണ്ടുകളിൽ നിന്ന് 100 കിലോ വരെ ഇഞ്ചി ലഭിക്കുന്നുവെന്നും കർഷകർ പറയുന്നു. പറിച്ചെടുക്കുന്ന ഇഞ്ചി വേരും മണ്ണും മാറ്റി വെട്ടിയെരിഞ്ഞ് ഒരാഴ്ചയെങ്കിലും വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം. ഡിസംബർ മുതൽ മാർച്ച് വരെയാണ് വിളവെടുപ്പ് കാലം. ഉപ്പുതറ, വളകോടക്കമുള്ള മേഖലകളിൽ വിളവെടുത്ത ഇഞ്ചികൾ ഉണക്കിയെടുക്കുന്ന തിരക്കിലാണ് കർഷകർ. 5ാമത്തെ കൊല്ലമാണ് സാധാരണ പറിക്കുന്നത്. നാട്ടുമ്പുറത്തൊക്കെ ആണെങ്കിൽ 2ാമത്തെ വർഷം പറിക്കാം. അന്നേരം അതുപോലെ വളം മരുന്നും ചെയ്ത് കൊടുക്കണം. മറ്റു കൃഷികളെ ഇത് കണ്ടുമാനം പന്നി കളയുകയില്ല, ആന കളയുകയില്ല, തിന്നിയില, ഇത് നട്ടുന്നിരുന്ന് നമുക്ക് അതുകൊണ്ട് ആദായം കിട്ടും. ആദ്യത്തെ വർഷം നന്നായിട്ട് ഇത് ഉഴുകുത്തി നട്ടു വെക്കണം. പിന്നെ വളം ചെയ്യണം, വെള്ളം കയറിയത് മരുന്നടിക്കണം. ഹോമിയോ മരുന്നുകളിലും വേദനാ സംഹാര ബാമുകൾക്കുമായാണ് മലയിഞ്ചി കയറ്റുമതി ചെയ്യുന്നത്. കമ്പനികൾ കിലോഗ്രാമിന് 300 രൂപ വരെ വില നൽകുന്നുണ്ടെങ്കിലും വ്യാപാരികൾ കർഷകർക്ക് 80 മുതൽ 120 രൂപ വരെയാണ് നൽകുക. പച്ച ഇഞ്ചിക്ക് 20 രൂപ വരെ ലഭിക്കുന്നുമുണ്ട്. പണച്ചിലവ് വളരെ കുറവുള്ള ഇടവിളയാണ് മലയിഞ്ചി കൃഷി. ഇതിലടങ്ങിയിരിക്കുന്ന ജിഞ്ചറോൾ കാരണം വലിയ പരിചരണ മുറകൾ ആവശ്യമില്ലാതെ തോട്ടത്തിലെ ഇടവിളയായാണ് കൂടുതൽ പേരും കൃഷി ചെയ്യുന്നത്. കാട്ടുപന്നി അടക്കമുള്ള വന്യമൃഗങ്ങൾ മലയിഞ്ചികൾ നശിപ്പിക്കാത്തത് കർഷകർക്ക് ഗുണം ചെയ്യുന്നു. ഒപ്പം 90 മുതൽ 120 രൂപ വരെ കർഷകർക്ക് വിപണി വില ലഭ്യമാകുന്നുണ്ട്. ഇഞ്ചി വെയിലത്തിട്ട് ഉണക്കിയെടുക്കാൻ പാകത്തിന് കാലാവസ്ഥ അനുകൂലമായതും കർഷകർക്ക് ഗുണകരമായി. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ദ കേരള കാർഡമം പ്രോസസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കമ്പനി ഏലക്കാലയിലെ വിവരം. ആകലോട്ട 220, വിൽപ്പനയ്ക്ക് വന്നത് 77,190, വിൽപ്പന നടന്നത് 75,897, കൂടിയ വില 2041, ശരാശരി വില 1463. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 500 രൂപ, ഏലം കൂടിയ വില 1400, ഏലം ശരാശരി വില 1300. കാപ്പിപ്പരിപ്പ് 265, ഗ്രാമ്പു 950, കൊക്കോ 150, റബ്ബർ 143. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5,875 രൂപ, വെള്ളി 77.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മൂന്നാറിൽ ഡീൻ കുര്യാക്കോസ് എം പി നടത്തിയ നിരാഹാര സമരത്തിൽ രാഷ്ട്രീയ വിവാദം കനക്കുന്നു. രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് മാത്രമാണ് എം പി സമരം നടത്തിയതെന്ന് ഇടതുപക്ഷം ആരോപിച്ചു. ഇടുക്കിയെ വനവൽക്കരിക്കുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഇത് ചെറുത്ത് തോൽപ്പിക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം. വേനൽ കടുത്തതോടെ ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികൾ ദുരിതത്തിൽ. സാധാരണ തണുത്ത കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഹൈറേഞ്ചിൽ നിലവിൽ അനുഭവപ്പെടുന്നത് 30 മുതൽ 35 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട്. തോട്ടങ്ങളിൽ ജോലി ചെയ്യാനാവാത്ത സാഹചര്യമാണുള്ളതെന്ന് തൊഴിലാളികൾ. ടൗൺ ഹാൾ കം മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കാൻ ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് നബാർഡിന്റെ 10 കോടി ധനസഹായം തേടുന്നു. നടപടി പഞ്ചായത്തിൽ പൊതുപരിപാടികൾ നടത്താനുള്ള ഇടമോ മറ്റു സൗകര്യങ്ങളോ ഇല്ലാത്ത സാഹചര്യം പരിഗണിച്ച 2018 ടൗൺ ഹാൾ പണിയാൻ ഭരണസമിതി തീരുമാനമെടുത്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. വില ഉയർന്നിട്ടും കാപ്പി കർഷകർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നില്ലെന്ന് പരാതി. പ്രതിസന്ധിക്ക് കാരണം കാലാവസ്ഥാ വ്യതിയാനമടക്കമുള്ള വിവിധ കാരണങ്ങളാൽ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.